എരുവ 725 നമ്പർ കരയോഗത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കരയോഗം പ്രസിഡന്റ് എസ് മോഹനൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പൂവണ്ണാൽ ബാബു അനുഗ്രഹ പ്രഭാഷണം നടത്തി. എരുവ 725 നമ്പർ കരയോഗത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് കരയോഗം പ്രസിഡന്റ് എസ് മോഹനൻപിള്ള ദീപപ്രോജ്വലനം നടത്തി. ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പൂവണ്ണാൽ ബാബു അനുഗ്രഹ പ്രഭാഷണം നടത്തി. അധ്യാത്മ രാമായണം എന്ന് പറയുന്നത് വാൽമീകിയുടെ രാമായണവുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. ആദ്യം മനസ്സിലാകും. രണ്ട് രാമായണത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരിക്കും. രാമായണം എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വാൽമീകി രാമായണം തന്നെയാണ്. വാൽമീകി രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകിയാണെന്ന് അറിയാം. അതുകൊണ്ട് വാൽമീകിയെ സ്തുതിച്ചും വാൽമീകിയെ സ്മരിച്ചതേ രാമായണത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നാണ്. പൂജന്തം രാമരാമേ മധുരം മധുരാക്ഷൻ ആരുഗ്യ കവിതാ ശാഖ പന്തേ വാൽമീകി കോകിലം എന്നാണ് നമ്മൾ വാൽമീകി മഹർഷിയെ സ്തുതിക്കാറുള്ളത്. അത് ഏതാണ്ട് 500-ലേറെ സർഗങ്ങളും 24,000 ശ്ലോകങ്ങളുമുള്ള ഒരു ഇതിഹാസ കാവ്യമാണ്. ഓർക്കുക, എന്താണ് ഇതിഹാസം? ഇതിഹാസവും പുരാണവും ഒന്നല്ല, രണ്ടും രണ്ടാം. നമുക്ക് പുരാണങ്ങളായിട്ട് 18 എണ്ണമുണ്ട്. പ്രധാനപ്പെട്ടത് 18 ഉപപുരാണങ്ങളുണ്ട്. എന്നാൽ ഭാരതത്തിന് ആകെപ്പാട് 2 ഇതിഹാസങ്ങളുണ്ട്. അതിലാദ്യ ഇതിഹാസം രാമായണവും പിന്നീടുള്ള ഇതിഹാസം മഹാഭാരതവുമാണ്. 24,000 ശ്ലോകങ്ങളാണ് ഈ വാൽമീകി രാമായണം എന്ന ഇതിഹാസത്തിലുള്ളത്. മഹാഭാരതം എന്ന ഇതിഹാസത്തിലോ 1,25,000 ശ്ലോകങ്ങൾ. കരയോഗം സെക്രട്ടറി തുളസീധരൻ പിള്ള, വൈസ് പ്രസിഡന്റ് ബിജു അമ്പക്കാട്ട്, വേണു, അനിൽകുമാർ, കൃഷ്ണപ്രസാദ്, റാം മോഹൻ, ശശികുമാരപിള്ള, രാജി, മുരളി, ജയലക്ഷ്മി, പ്രസന്ന വിജയൻ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.